ഒരു നറേറ്റീവ് ഈ പറഞ്ഞ പോലെ ഇടതുപക്ഷവും ബാക്കിയുള്ള ചിലരും കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അത് ലീഗിന് വഴങ്ങി ഒരു മുഖ്യമന്ത്രി തീരുമാനിച്ചു എന്നാണ്. അതൊക്കെ CPM-ന്റെ അവസാനത്തെ പരാജയം 100% പരാജയം അംഗീകരിക്കുന്നതിന് പകരം വീണ സ്ഥലത്ത് കിടന്ന് ഉരുളിയാന്ന് കേട്ടിട്ടില്ല. അതാണ് CPM ചെയ്യുന്നത്. UDF-ൽ എല്ലാവരും ഒറ്റക്കെട്ട. NSS ജനറൽ സെക്രട്ടറി ഇതേ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. BJP അതൊരു വലിയ ക്യാമ്പയിനായി അവരെ ഏറ്റെടുത്തത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. BJP എന്ത് വന്നാലും കേരളത്തിൽ ക്ലച്ച് പിടിക്കാൻ പോകുന്നില്ല, അത് യാതൊരു സംശയമൊക്കെ ആയിരുന്നു. കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് പിന്നെ പാണക്കാടല്ല. അതൊക്കെ പറയുന്ന ആളുകൾ പാണക്കാട് തലയിൽ മുണ്ടിട്ട് പോയ വിദ്വാന്മാരാണ് ഇപ്പോ ഞങ്ങളെ കുറ്റം പറയാൻ. ഞങ്ങളൊക്കെ പരസ്യമായിട്ട് തന്നെയാ പോവാം. ഈ രമേശ് ചെന്നിത്തല വിവരങ്ങൾ അറിയിക്കുന്നതിൽ എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടോ? അതാണ് രാഹുൽ ഗാന്ധി അധികമായിട്ട് സംസാരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് മേലെ കോൺഗ്രസിന് ആരും ഇല്ലല്ലോ. ഖാർഗെജിയും സംസാരിച്ചു, രാഹുൽ ഗാന്ധി മന്ത്രിസഭയിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ടോ? തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ പോലെ ഒരാൾ ക്യാബിനറ്റിൽ ആവശ്യമാണ്. ഞാൻ എന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. എന്നോട് സംസാരിച്ചിട്ട് ഞാൻ അങ്ങോട്ടും കയറി പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോ മന്ത്രിസഭ മന്ത്രിമാരെ തെരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ അത് കൃത്യമായ ചർച്ചകളൊക്കെ നടക്കുകയാണ്. അപ്പൊ ആ സമയത്തും ഇത്തരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. അഭിപ്രായങ്ങളുടെ സ്ഥലത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ഹൈക്കമാൻഡ് ഫൈനലായിട്ട് ഒരു വാക്ക് പറഞ്ഞാൽ അതിൽ മേലെ ഒന്നുമില്ല. ഈ കേസിക്ക് ഇത്ര പിന്നെ RCക്ക് ഇത്ര VDക്ക് ഇത്ര എന്ന തരത്തിലേക്ക് ക്യാബിനറ്റ് വിഭജിച്ചു പോകുന്നതിൽ അതൊരു അപകടമില്ലേ? അതൊക്കെ ഇങ്ങനെ ഓരോ കഥകൾ പ്രചരിപ്പിക്കുന്നതല്ലേ. അതിനൊന്നും ഞങ്ങൾ മറുപടി പറയേണ്ട ആവശ്യമില്ല. പ്രതിപക്ഷ നേതാവ് എന്താ അഭിപ്രായം? പ്രതിപക്ഷ നേതാവ് പിണറായി അല്ല, അദ്ദേഹം തന്നെ ഇരിക്കുന്നതാണ് UDF-ന് കുറച്ചുകൂടെ സൗകര്യം. മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ 102 കിട്ടി. ഇനി അദ്ദേഹം പ്രതിപക്ഷ നേതാവായി കൂടി ഇരുന്നാൽ മിക്കവാറും അസംബ്ലി തൂത്തുവായിരുന്ന അവസ്ഥയിൽ ഞങ്ങൾ എത്തും. പക്ഷെ ശക്തമായിട്ട് പ്രതിപക്ഷം വേണമെന്നാണ് ഞങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നത്.